ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांतिः। हरिः ओम। श्री गुरुभ्यो नमः। हरिः ओम। എല്ലാവർക്കും ഹരിയോ. ഓം നമോ നാരായണായ. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയ കാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം തൃതീയ ബ്രാഹ്മണം പഞ്ചമ ബ്രാഹ്മണം കഹോല ബ്രാഹ്മണം. अदह एनं कहोलः कौशीतकेयः पप्रच्छ याज्ञवल्क्य इति होवाच यदेव साक्षादपरोक्षाद् ब्रह्मा य आत्मा सर्वान्तरः तं मे व्याचक्ष इति एषद आत्मा सर्वान्तरः कथमः याज्ञवल्क्य सर्वान्तरः यः अशनाया पिपासे शोकं मोहं जरां मृत्युम् अत्येति तं वै एतम् आत्मानं विदित्वा ब्राह्मणाः पुत्रएषणायाच्च वित्तएषणायाच्च लोकएषणायाच्च युद्धाय अध भिक्षाचर्यं चरन्ति। या हि एव पुत्रएषणा सा वित्तएषणा या वित्तएषणा सा लोकएषणा उभे हि एते एषणे एव भवतः। तस्मात् ब्राह्मणः पाण्डित्यं निर्विद्य बाल्येन तिष्ठासेद् बाल्यं च पाण्डित्यं च निर्विद्य अध मुनिः अमौनं च मौनं च निर्विद्य अध ब्राह्मणः सः ब्राह्मणः केन स्याद् येन स्याद् तेन अदृश्य एव अधः अन्यत् आर्तं तदोह कहोलः कौशीतकेय उपरराम. ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭയിൽ വിദ്വാൻമാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ യാജ്ഞവൽക്യ മഹർഷിയോട് പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതാണ് നമ്മൾ ജൽപരൂപ ഉപപത്തി പ്രകരണത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രഥമ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണം, ദ്വിതീയ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം, തൃതീയ ബ്രാഹ്മണം ബുജ്ജു ബ്രാഹ്മണം, ചതുർത്ഥ ബ്രാഹ്മണം ഉഷസ്ഥ ബ്രാഹ്മണം, പഞ്ചമ ബ്രാഹ്മണം കഹോല ബ്രാഹ്മണം. 5 ചോദ്യകർത്താക്കൾ അവരുടെ പ്രശ്നങ്ങൾ ഓരോ ബ്രാഹ്മണങ്ങളിലായി ചോദിക്കുന്ന നമ്മൾ കണ്ടു. ആദ്യത്തെ 3 ബ്രാഹ്മണങ്ങളിൽ കർമ്മകാണ്ഡത്തെ അധികരിച്ചുള്ള ചോദ്യങ്ങളാണ് അശ്വലനും ആർത്തഭാഗനും ബുജ്ജുവും യാജ്ഞവൽക്യ മഹർഷിയോടായി ചോദിച്ചത്. അതിനുള്ള വിസ്താര മറുപടി യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. പക്ഷേ ആ മറുപടിയുടെ അവസാനം അദ്വൈത വേദാന്ത സിദ്ധാന്തത്തിലാണ് യാജ്ഞവൽക്യ മഹർഷി എത്തിച്ചത്. അതിനുശേഷം ഉഷസ്ഥൻ്റെ ചോദ്യം, അതിനുശേഷം കഹോലൻ്റെ ചോദ്യം. ഉഷസ്ഥൻ എന്ത് ചോദ്യമാണോ ചോദിച്ചത് അതേ ചോദ്യം തന്നെ കഹോലൻ എന്ന പണ്ഡിതൻ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. കഹോല ബ്രാഹ്മണം പകുതി വരെ കണ്ടിരുന്നു. കൗശീതകൻ്റെ പുത്രനായ കഹോലൻ യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുന്നു, അപരോക്ഷ ബ്രഹ്മം എന്നാൽ എന്ത് എന്ന് ഉഷസ്ഥനോട് അങ്ങ് പറഞ്ഞു തന്നത് എനിക്ക് വിസ്തരിച്ചു പറയൂ എന്ന് പറഞ്ഞു.
അതിന് യാജ്ഞവൽക്യ മഹർഷി പഞ്ചപ്രാണ വിവേകത്തിലൂടെയാണ് മറുപടി ആരംഭിക്കുന്നത്. അത് നമ്മൾ കണ്ടിരുന്നു. യഹ അശനായാ പിപാസെ, എന്തിനാലാണോ ഒരാൾക്ക് അശന പിപാസ, അതായത് ശരീരത്തിനുണ്ടാകുന്ന വിശപ്പ് ദാഹം എന്നത് ഏതിനാലാണോ ഉണ്ടാകുന്നത്, അത് അങ്ങ് ചോദിച്ച അപരോക്ഷ ബ്രഹ്മന് അതൊന്നും ബാധകമല്ല. അതായത് നമ്മളെപ്പോലെ വിശപ്പും ദാഹവും ഒന്നുമില്ല പരമാത്മാവിന് എന്നാണ് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം യാജ്ഞവൽക്യ മഹർഷി ശോകം മോഹം എന്ന അടുത്ത ഉദാഹരണങ്ങളിലൂടെ പറയുകയാണ്. അതും ഒരു ജീവനാണുള്ളത്, അല്ലെങ്കിൽ ശരീരത്തിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ജീവനാണ്. സുഖം ദുഃഖം ശോകം മോഹം ഇത്യാദികളല്ല, അതിൻ്റെ കൂടെ നമ്മൾക്ക് ബാക്കി എല്ലാ വികാരങ്ങളെയും കൂട്ടിച്ചേർക്കാവുന്നതാണ്. കാമം ക്രോധം മോഹം ലോഭം വിജുഗുപ്സ ഇത്യാദി ഇത്യാദി വികാരങ്ങളൊക്കെ മനസ്സിനെയും ബുദ്ധിയെയുമാണ് ബാധിക്കുന്നത്. അല്ലെങ്കിൽ ആരാണോ മനസ്സിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നത് അവരെയാണ് ഇത് വളരെ വളരെ ബാധിക്കുന്നത്. പരമാത്മാവിന് നമ്മളുടെ പോലെയുള്ള കാമം ക്രോധം ഇത്യാദി വികാരങ്ങളൊന്നും ബാധിക്കുകയില്ല. അടുത്തത് ജരാമൃത്യു. അടുത്ത ഷഡൂർമിയിലെ അടുത്ത 5-6 ഊർമികൾ പറയുന്നു. ജരാമൃത്യു അത് ശരീരത്തിനെ ബാധിക്കുന്നതാണ്. വയസ്സാകുക, അല്ലെങ്കിൽ പ്രായമാകുക, വീണ്ടും ജനിക്കുക, വീണ്ടും ജര ബാധിക്കുക, വീണ്ടും പുനർജനിക്കുക ഇത്യാദി ഇത്യാദി ആ ചക്രത്തിലൂടെ കടന്നു പോകുന്നത് ഒരു ശരീരത്തിനോട് താതാത്മ്യമുള്ള ഒരാൾക്കാണ്. പരമാത്മാവിനെ സംബന്ധിച്ച് നമ്മളുടെ പോലെ ഉണ്ടാകുക, നിലനിൽക്കുക, വളരുക, പിന്നെ കുറേ കാലം വളർന്നതിന് ശേഷം കുറേ കാലം ആ വളർച്ച അവിടെ തുല്യമായി നിൽക്കുക, പിന്നെ ആ വളർച്ചയ്ക്ക് ഹാനി സംഭവിക്കുക ഇത്യാദി ഇത്യാദി ശരീരത്തിനുണ്ടാകുന്ന വികാരങ്ങൾ പരമാത്മാവിനെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞു. യഹ അശനായാ പിപാസെ ശോകം മോഹം ജരാമൃത്യും അത്യേതി, അതായത് സാക്ഷാൽ അപരോക്ഷനായിരിക്കുന്ന ബ്രഹ്മൻ ഷഡൂർമി രഹിതനാണ്. അതാണ് ആ മന്ത്രഭാഗത്തെ യാജ്ഞവൽക്യ മഹർഷി കഹോലന് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നുകൂടെ പറയാം. യഹ അശനായാ പിപാസെ ശോകം മോഹം ജരാമൃത്യും അത്യേതി. അത്യേതി എന്ന് വെച്ചാൽ അതിവർത്തിക്കുക, അല്ലെങ്കിൽ ന ബാധഹ എന്നും പറയാം. ഇതൊന്നും ബാധിക്കുകയില്ല. നമ്മൾ സാധാരണ ഒരു ജീവനെ പോലെ അല്ല ഈശ്വരൻ. അത്രയേ ഉള്ളൂ യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. അത് ടെക്നിക്കലായിട്ട് പറഞ്ഞ ഷഡൂർമി രഹിത ബ്രഹ്മ, ഷഡൂർമി രഹിത ബ്രഹ്മ. പരമാത്മാവ് എന്നത് ഈ 6 വികാരങ്ങൾക്കും അടിമയായിട്ടുള്ള ആളല്ല, അതിൽ നിന്നും അതിവർത്തിച്ചതാണ്. അതായത് ഇത് ബാധിക്കാത്ത ആളാണ്. കാരണം ഈ വികാരങ്ങളൊക്കെ ഏതൊരു ജീവനുണ്ടോ ആ ജീവൻ പരിമിതനാണ്, അല്ലേ? കുറേ ദിവസം എനിക്ക് സുഖമുണ്ടാകും, അല്ലെ കുറേ കാലം എനിക്ക് യൗവനം ഉണ്ടാകും. ഇങ്ങനെയുള്ള പരിമിതിയിലാണ് നമ്മളെല്ലാവരും. എല്ലാ കാലവും നമ്മൾക്ക് നമ്മളുടെ യൗവനത്തെ നിലനിർത്തുവാനോ അല്ലെങ്കിൽ സുഖത്തെ നിലനിർത്തുവാനോ നമ്മുടെ ആഗ്രഹങ്ങളെ നിലനിർത്തുവാനോ ഒന്നും എല്ലാവർക്കും എല്ലായ്പ്പോഴും സാധിക്കുകയില്ല, അല്ലേ? അപ്പം നമ്മളൊക്കെ പരിമിതരാണ്. പരമാത്മാവ് എന്താണ്? അത്യേതി എന്ന് വെച്ചാൽ അപരിമിത. അപ്പം അത്യേതി എന്ന വാക്കിന് ഒന്ന് ന ബാധഹ, ഇതൊന്നും ബാധിക്കാത്ത ആള് എന്നൊരർത്ഥമുണ്ട് അത്യേതി എന്ന വാക്കിന്. അത്യേതി എന്ന് വെച്ചാൽ അതിക്രമിക്കുക എന്നാണ് സാധാരണ അർത്ഥം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ന ബാധഹ, ഇതൊന്നും ബാധിക്കില്ല. ഏത്? ഈ വികാരങ്ങൾ ഒന്നും പരമാത്മാവിനെ ബാധിക്കുന്നില്ല. കാരണം എന്താ? ഈ വികാരങ്ങൾ ബാധിച്ചാൽ പരിമിതമായി പോകും. ഈശ്വരൻ ആരാണ്? അപരിമിതൻ. അപ്പോൾ അത്യേതി എന്ന വാക്കിന് അടുത്ത നമ്മൾ മനനം ചെയ്യേണ്ട അർത്ഥം അപരിമിത. ഒരു പരിമിതിക്കുള്ളിൽ നമുക്ക് എന്താ പറയുക, തളച്ചിടാൻ പറ്റുന്ന ഒരാളല്ല ഈശ്വരൻ എന്നത്. അപരിമിതനാണ്, അല്ലേ? നമുക്കെല്ലാവർക്കും പരിമിതി. 100 വയസ്സ് വരെ ആയുസ്, അത് എത്രയാണോ അതിനും കൂടിയും കുറഞ്ഞും ഇരിക്കും. നമ്മൾ പരിമിതരാണ് ആ ആയുസ്സിൽ, അല്ലേ? അതുപോലെ പല കാര്യങ്ങളും
ഒന്നും വേണ്ട, നമ്മളൊരു മുറിയിലിരുന്നാൽ അടുത്ത മുറിയിൽ എന്ത് നടക്കുന്നു എന്ന് പോലും നമുക്കറിയില്ല, അല്ലേ? നമ്മുടെ കണ്ണ് പരിമിതമാണ്, നമ്മുടെ ശ്രോത്രം പരിമിതമാണ്, എല്ലാം നമ്മളുടെ സകല വ്യവഹാരങ്ങളും ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടേ ഒരു ജീവനും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. പരമാത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് വിളിക്കുന്ന ആൾ ആരാണ്? അപരിമിതനാണ്. അതാണ് ഇവിടെ അത്യേതി എന്ന വാക്കുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി കഹോലനോട് പറയുന്നത്. അതിനുശേഷം അടുത്ത പദത്തിലേക്ക് പോകാം. തം വൈ ഏതം ആത്മാനം വിദിത്വാ ബ്രാഹ്മണാഃ. തം വൈ ഏതം ആത്മാനം വിദിത്വാ ബ്രാഹ്മണാഃ. അതായത് ഏതൊരാളാണോ ഈ പരമാത്മാവിനെ ഈ വിധത്തിൽ അറിയുന്നത്, ഏത് വിധത്തിൽ? ഷഡൂർമി രഹിതനായി, അല്ലെങ്കിൽ ഈശ്വരൻ എന്നത് സർവജ്ഞനാണ്, സർവാന്തര്യാമിയാണ്, അപരോക്ഷനാണ്, എന്തൊക്കെയാണോ നമ്മൾ പഠിച്ച ഈശ്വരൻ്റെ അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ ലക്ഷണങ്ങൾ, അല്ലേ? ഏതെല്ലാം ഉപനിഷത്തുകളിലോ അല്ലെങ്കിൽ പുരാണ ഇതിഹാസങ്ങളിലോ പ്രകരണ ഗ്രന്ഥങ്ങളിലോ ഒക്കെ നമ്മൾ കേട്ടിട്ടും പഠിച്ചിട്ടുമുള്ളതായ എത്ര ലക്ഷണങ്ങളോട് കൂടിയ ആളാണോ പരമാത്മാ, അപരിമിതനാണ് എന്ന ഒറ്റ ലക്ഷണമേ ഇവിടെ പറയുന്നുള്ളൂ. നമ്മൾ പഠിച്ച എല്ലാ ലക്ഷണങ്ങളും ഇവിടെ മനനം ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഈശ്വരനെ ആരറിയുന്നുവോ അവർക്ക് എന്താണ്? അവർ ആരായി മാറും? ബ്രാഹ്മണഃ. അവരെയാണ് യാജ്ഞവൽക്യ മഹർഷി ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. ബ്രാഹ്മണൻ എന്നാൽ എഴുതിക്കോളൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അജാതശത്രു ബ്രാഹ്മണത്തിൽ ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം 2.1 അവിടെ പഠിച്ചിട്ടുണ്ട്. ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ അർത്ഥം ധ്വംസ അവിവേകഃ ഇതി ബ്രാഹ്മണാഃ. ഒരുപാട് ലക്ഷണം, ബ്രാഹ്മണ ക്ഷത്രിയ ലക്ഷണങ്ങളൊക്കെ അല്ലേ? പഠനം, പാഠനം, കർമ്മകാണ്ഡ പ്രയോഗം, രാജ്യസംരക്ഷണം ഇത്യാദികളൊക്കെ ബ്രാഹ്മണൻ്റെ ക്ഷത്രിയൻ്റെ, അതായത് ബ്രാഹ്മണനായ ഗാർഗ്യൻ ക്ഷത്രിയനായ അജാതശത്രുവിൻ്റെ അടുത്ത് വരുമോ, എൻ്റെ അടുത്താണോ അങ്ങ് പഠിക്കാൻ വരുന്നതെന്ന് അജാതശത്രു ചോദിക്കുമ്പോൾ ആരാണ് ബ്രാഹ്മണൻ, ആരാണ് ക്ഷത്രിയൻ എന്നൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒരു അർത്ഥം നമ്മൾ പഠിച്ചിരുന്നു. ബ്രാഹ്മണൻ എന്ന വാക്കിന് ധ്വംസ അവിവേകഃ ഇതി ബ്രാഹ്മണാഃ. അതായത് അവിവേകത്തെ തിരിച്ചറിഞ്ഞ്, എനിക്ക് അവിവേകമുണ്ട്, എന്തൊക്കെ അവിവേകങ്ങളാണോ അതല്ല, വ്യവഹാരമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എനിക്ക് ഉക്രൈനിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ പാലസ്തീനിൽ എന്ത് നടക്കുന്നു ആ അവിവേകമല്ല. ഇവിടെ അവിവേകം എന്ന വാക്കിൻ്റെ അർത്ഥം ആത്മവിചാരം, അല്ലേ? അതറിയില്ലാത്തത്, അല്ലെങ്കിൽ ഞാൻ ആര്, എന്നിൽ കുടികൊള്ളുന്ന പരമാത്മാവാര് എന്ന അറിവില്ലായ്മ, അതിനാണ് അവിവേകം എന്ന് പറയുന്നത്. അല്ലാണ്ട് വ്യവഹാരത്തിൽ നമ്മളുടെ ഉള്ള അറിവല്ല. ഇവിടെ പരാവിദ്യ എന്ന അറിവ്, അതാണ് അവിവേകഃ. വിവേകം എന്ന് വെച്ചാൽ ഇവിടെ പരാവിദ്യാ വിവേകം, അല്ലേ? വിവേകം എന്ന വാക്കിന് പരാവിദ്യാ വിവേകം. അവിവേകം എന്ന് വെച്ചാൽ അതിൻ്റെ നേരെ വിപരീതം, അല്ലേ? പരാവിദ്യ വിവേകമില്ലായ്മ, അല്ലേ? അതാണ് ധ്വംസ അവിവേകഃ. ആരാണോ ഈ അവിവേകത്തെ ധ്വംസനം ചെയ്യുന്ന ടു റിമൂവ് എന്നുള്ള അർത്ഥം, അതായത് ഇല്ലായ്മ ചെയ്യുന്നത്, അവരാണ് ബ്രാഹ്മണർ, അല്ലേ? ബ്രാഹ്മണൻ എന്ന വാക്കിന് പല സന്ദർഭങ്ങളിലും പല അർത്ഥങ്ങളാണ്. ഈ സന്ദർഭത്തിൽ യാജ്ഞവൽക്യ മഹർഷി കഹോലനോട് ബ്രാഹ്മണൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലയോ കഹോലരെ, അങ്ങ് പറഞ്ഞല്ലോ അപരോക്ഷ ബ്രഹ്മം എന്ത് എന്ന്. ഞാൻ പറയുന്നു ആ അപരോക്ഷ പരമാത്മാവെന്നത് അപരിമിതനാണ്. ആ അപരിമിതനായ ഈശ്വരനെ ആര് തിരിച്ചറിയുന്നുവോ അവരെ ഞാൻ ബ്രാഹ്മണൻ എന്നാണ് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണേ.
അപരിമിതനായ പരമാത്മാവിനെ ആര് തിരിച്ചറിയുന്നോ അവരാകുന്നു ബ്രാഹ്മണൻ. അപ്പോൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന കാലഘട്ടമൊക്കെ ബ്രാഹ്മണരാണ്, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും ബ്രാഹ്മണൻ തന്നെ. അപ്പം നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? നമ്മളൊക്കെ പരാവിദ്യ നേടുവാനായിട്ടുള്ള പരിശ്രമമാണ്. അതിനുള്ള സാധനകൾ, അതിനുള്ള ശ്രവണം മനനം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിലും ബ്രാഹ്മണർ തന്നെ, അത് കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും ബ്രാഹ്മണർ തന്നെ. അതാണ് ഇവിടെ ധ്വംസ അവിവേക ഇതി ബ്രാഹ്മണ എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. കഹോലരെ, പരമാത്മാവ് അപരിമിതനാണ്. ആ അപരിമിതനായ പരമാത്മാവിനെ തിരിച്ചറിയുന്നവരെ ബ്രാഹ്മണരെന്ന് ശാസ്ത്രം വിളിക്കുന്നു. അതിനുശേഷം പറയുകയാണ്, ഒന്നെങ്കിൽ ഈശ്വരൻ അപരിമിതനാണ്, ഞാൻ പറഞ്ഞ പോലെ ഷഡൂർമി ഇല്ലാത്തവനാണ് എന്ന ജ്ഞാനത്തിലൂടെ ഒരാൾക്ക് ബ്രാഹ്മണനാകാം. ഒന്നുകൂടെ പറയാം, കഹോലരെ, ഞാൻ പറഞ്ഞതുപോലെ പരമാത്മാവ് ശോകമോഹമില്ലാത്തതാണ്, ജരാമൃത്യു ഇല്ലാത്ത, അതായത് 3 ശരീരത്തിനോടുമുള്ള താതാത്മ്യമില്ലാത്തതാണ് എന്ന് ആര് തിരിച്ചറിയുന്നു അവർ ബ്രാഹ്മണരാണ്. ഇനി അല്ല എങ്കിൽ മറ്റൊരു മാർഗമാണ് അടുത്ത പറയുന്നത്, എങ്ങനെ നമുക്ക് ബ്രാഹ്മണനാകാം അല്ലേ? അവിടെ സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബ്രാഹ്മണൻ എന്ന വാക്കിന് ഈ സന്ദർഭത്തിൽ വ്യവഹാരത്തിലുണ്ട് അല്ലേ? ഇവിടുത്തെ ഒരു ലിംഗത്തിനും അടിമപ്പെട്ട അല്ലെങ്കിൽ അധീനത്തിലല്ല ഈ വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മറ്റൊരു രീതിയിൽ ഒരാൾക്ക് ബ്രാഹ്മണനാകാൻ സാധിക്കും അല്ലേ? അവിവേകത്തിനെ ഇല്ലാണ്ടാക്കാൻ. അതാണ് ബ്രാഹ്മണൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം? അവിവേകത്തിനെ നശിപ്പിക്കാൻ മറ്റൊരു രീതിയിൽ സാധിക്കും. ആ രണ്ടാമത്തെ രീതിയാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ മാർഗമാണ് യാജ്ഞവൽക്യ മഹർഷി കഹോലർക്ക് അടുത്തതായി പറയുന്നത്. ഒന്ന് പുത്രയേഷണായ ച, പുത്രനോടുള്ള ഏഷണയും. രണ്ടാമത്തത് വിത്തയേഷണായ ച, വിത്തത്തിനോട്, ധനത്തിനോടുള്ള ഏഷണയ. ഏഷണ എന്ന് വെച്ചാൽ അമിതമായ ആഗ്രഹം എന്നാണ്. നമ്മൾ ക്രേവിങ് എന്നൊക്കെ പറയില്ലേ? അതായത് എനിക്ക് കുറച്ച് പോരാ, എനിക്ക് അധികം വേണം, അതായത് ഒരിക്കലും ഒടുങ്ങാത്ത ആഗ്രഹം, എത്ര കിട്ടിയാൽ തൃപ്തിയില്ലായ്മ. അതാണ് ഏഷണ എന്ന വാക്കിനെ കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത് അല്ലേ? അതായത് പുത്രനിൽ നിന്നുള്ള ആനന്ദം എനിക്ക് എത്ര കിട്ടിയാലും ഞാൻ മതിയാവുകയില്ല, എനിക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കണം. അത് പുത്രനോ പുത്രിയോ ആരും ആയിക്കോട്ടെ. അടുത്തത് വിത്തയേഷണായ ച, എന്ന് വെച്ചാൽ വിത്തത്തിനോടുള്ള ഏഷണയും. ആ മകാരത്തിനാണ് ഇവിടെ ച ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ധനം എത്ര കിട്ടിയാലും എനിക്ക് മതിയാവുകയില്ല, വീണ്ടും വീണ്ടും ഏതു മാർഗത്തിലൂടെയും എനിക്ക് ധനം സമ്പാദിച്ചു കൊണ്ടേയിരിക്കാനുള്ള ആഗ്രഹം. അതൊരിക്കലും ഒടുങ്ങാത്തത്, നശിക്കാത്ത ആഗ്രഹം. അതാണ് വിത്തയേഷണായ ച. മൂന്നാമത്തെ ഏഷണ നമ്മൾ പല സന്ദർഭങ്ങളിലും ഇത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പരമപ്രമാണം ബൃഹദാരണ്യ ഉപനിഷത്തിലാണ് യാജ്ഞവൽക്യ മഹർഷി ഈ ഏഷണകൾ വിസ്തരിച്ച് പറയുന്നത്. മൂന്നാമത്തെ ഏഷണ ലോക ഏഷണായ ച, ലോകത്തിനോടുള്ള ഏഷണ. അപ്പം ഇവിടെ ലോകത്തിനോടുള്ള ഏഷണ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ നിന്നുമുള്ള സുഖത്തിനോടുള്ള ഏഷണ. അവിടെ സുഖം എന്ന വാക്കില്ല, നമ്മളത് കൂട്ടിച്ചേർക്കണം, അധ്യാഹാരം ചെയ്യണം. ലോക സുഖയേഷണ, അതാണ് ലോകം എന്ന് വെച്ചാൽ ഇവിടെ 14 ലോകവും ഉണ്ട് കേട്ടോ. ബ്രഹ്മാണ്ടം മുഴുവൻ, എനിക്ക് ഏത് ലോകത്ത് പോയാലാണോ എനിക്ക് സുഖം കിട്ടുന്നത് ആ സുഖമൊന്നും എനിക്ക് മതി, അതാണ് ഏഷണ. അതെനിക്ക് മതിയാവുകയില്ല. അപ്പം എന്നോട് ഒരാൾ പറയുകയാണ്, നിങ്ങൾക്ക് 100 വയസ്സ് വരെ ഈ ലോകത്ത്, സാരമില്ല, ഞാൻ അത്രയും കാലം സുഖിക്കാം, ഇനി അത് കഴിഞ്ഞ് എനിക്ക് വേറെ ഏത് ലോകത്ത് പോകാൻ സാധിക്കും? അപ്പോൾ അവർ പറഞ്ഞു തരും, നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്ത് പോകാം. ഓ, അവിടെ പോകാമോ? അപ്പോൾ അവിടെ വളരെ അധിക സുഖമുണ്ട്. അപ്പോൾ എന്താണ്, അവിടെ എനിക്ക് 100 അല്ല 1000 വർഷം 10000 വർഷം നിൽക്കുക, അതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിനുള്ള പ്രയത്നം, അവിടെ നിന്ന് സുഖം കിട്ടുക, അതാണ് ലോക സുഖയേക്ഷണ.
ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഉണ്ട് സുഖം. പുത്ര സുഖയേഷണ. പുത്രനോ പുത്രിയോ ദുഃഖമാ തരുന്നെങ്കിൽ എനിക്ക് അവരോട് ഒരു ഏഷണയുമില്ല, അല്ലേ? എനിക്ക് ധനമുണ്ട്, പക്ഷെ ആ ധനം കൊണ്ട് എനിക്ക് ദുഃഖമാണ്, അല്ലേ? ഒരുപാട് ധനമുണ്ട് എൻ്റെ അടുത്ത്, ഒരുപാട് വിത്തമുണ്ട്, പൂർവികരിൽ നിന്നും കിട്ടിയതോ അല്ലെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ നേടിയതോ ഒക്കെ അധിക പണമുണ്ട്. പക്ഷെ എനിക്ക് ആ വിത്തം മുഴുവൻ എനിക്ക് ദുഃഖമാണ് തരുന്നതെങ്കിൽ എനിക്കതിനോട് ഏഷണ ഉണ്ടാവില്ല, അല്ലേ? അതെങ്ങനെയാലും എൻ്റെ അടുത്ത് നിന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹം വരും. അതുപോലെ തന്നെ ലോകം ദുഃഖമാണ് തരുന്നതെങ്കിൽ എന്തുകൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്, അല്ലേ? ലോകം സുഖമാണ് തരുന്നതെങ്കിൽ അവർ ആ ലോകത്ത് ജീവിക്കും, അല്ലേ? നമുക്ക് കോമൺ സെൻസ് കൊണ്ട് തന്നെ നമുക്കറിയാം. ആളുകൾ പെട്ടെന്നുള്ള എടുത്തുചാട്ടം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള മനസ്സിൻ്റെ ഒരു എന്താ പറയുക ഭ്രാന്തി കൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നില്ല, അല്ലേ? നമ്മൾ രാവിലെ അവരെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല, വൈകുന്നേരം നമ്മൾ കേൾക്കുമോ അവരില്ല, അല്ലേ? എന്തുകൊണ്ടാണ്? സുഖം തരാത്തത് കൊണ്ട്. ലോകം സുഖം തരാത്തത് കൊണ്ട്. അതിൽ വ്യക്തികൾ വരും, അല്ലെ? സമൂഹം വരും, പല പല സാഹചര്യങ്ങൾ വരും. അതൊന്നും എനിക്ക് അഭികാമ്യമല്ലാത്തപ്പോഴാണ് ആളുകൾ ഈ ശരീരം ഉപേക്ഷിക്കുന്നത്. അതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ സുഖം വേണം. നമ്മൾ അത്യാഹാരം ചെയ്യണം. പുത്ര സുഖയേഷണായ ച. അല്ലെങ്കിൽ എനിക്ക് പുത്രനോട് ഏഷണ വരില്ല. പുത്രൻ എപ്പോഴും എനിക്ക് വേണം, അല്ലേ? എന്നോടൊപ്പം ഉണ്ടാകണം എന്നുള്ള ഏഷണ വരില്ല. അടുത്തത് വിത്തത്തിനോട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഭാഷ്യത്തിൽ ആദിശങ്കര ഭഗവത്പാദർ ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഏഷണകളിൽ. അതിൻ്റെ ബ്രാക്കറ്റിൽ ഇതുകൂടെ പറഞ്ഞിട്ട് അതിലേക്ക് പോകാം നമുക്ക്. ഒന്നുകൂടെ പറയാം. പുത്ര സുഖയേഷണായ ച, വിത്ത സുഖയേഷണായ ച, ലോക സുഖയേഷണായ ച. ഇത് മൂന്നിനെയും കൂടെ ഏഷണാത്രയം, പഠിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇതിനെ മൂന്നിനെയും കൂടെ പറയുന്നത് പേരാണ് ഏഷണാത്രയം. ത്രയം എന്ന് വെച്ചാൽ മൂന്ന്, ഇവ മൂന്നും. ഈ ഏഷണാത്രയം എന്ന് വെച്ചാൽ മൂന്ന് ഏഷണകൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ, പുത്രൻ്റെ കാര്യമേ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ഏഷണാത്രയത്തിൽ പറയുന്നത്. അപ്പോൾ ഗൃഹസ്ഥരോട് മാത്രമാണോ യാജ്ഞവൽക്യ മഹർഷി സംസാരിക്കുന്നത് എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും തോന്നാം. അങ്ങനെയല്ല, ഇവിടെ സന്യാസിമാർക്കും പറയുന്നുണ്ട്. സന്യാസിമാർക്ക് പുത്രനോ പുത്രിയോ ഇല്ല, അല്ലേ? പൊതുവെ പിന്നെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥം കഴിഞ്ഞ് സന്യാസം എടുക്കുന്നവർക്ക് പൂർവാശ്രമത്തിൽ പുത്രനോ പുത്രിയോ ഉണ്ടാകാം. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൊതുവെ എന്താണ് സന്യാസാശ്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്മചര്യം കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ എന്താണ്, നമ്മൾക്ക് വിവാഹം ചെയ്യാത്തത് കൊണ്ട് പുത്രനോ പുത്രിയോ ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അവരോടുള്ള ഏഷണ, അവരിൽ നിന്നും സുഖം കിട്ടണമെന്നുള്ള അമിതമായ ആഗ്രഹം സന്യാസിക്കുണ്ടാവില്ല. അപ്പം ഇത് ശരിയല്ല, നിങ്ങൾ ഡിസ്ക്രിമിനേഷൻ കാണിക്കുകയാണ്, നിങ്ങൾ വേറെ വ്യത്യാസം കാണിക്കുകയാണ്. ഗൃഹസ്ഥരെ മാത്രമാണ് ഇവിടെ വഴക്ക് പറയുന്നത്, അല്ലേ? വിത്തം. അടുത്തത് എന്താണ്? വിത്തവും പൊതുവെ എന്താണ് സന്യാസിമാർക്ക് ഉണ്ടാവില്ല. കാരണം എന്താണ്, അവർ പണിക്കൊന്നും പോകുന്നില്ല, ഭക്ഷണം കഴിച്ച് ഇരിക്കുകയല്ലേ, സാധനകൾ അനുഷ്ഠിച്ച്. കാരണം ഏണിങ്സ് ഇല്ല. അതാണ് വിത്തം എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് നമുക്ക് വെറുതെ ആരും പണം കൊണ്ട് തരില്ലല്ലോ, അല്ലേ? നമ്മൾ അതിന് എന്തെങ്കിലും കർമ്മം ചെയ്താലല്ലേ നമുക്ക് പണസമ്പാദനം കിട്ടുകയുള്ളൂ, അമിതമായി കിട്ടുകയുള്ളൂ. അപ്പോൾ അതും സന്യാസിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ രണ്ട് ഏഷണകളും ഏഷണാദ്വയങ്ങൾ മുഴുവൻ ഗൃഹസ്ഥരെയാണ് പറയുന്നത്. അത് ശരിയല്ല, അല്ലേ? സന്യാസിമാരെ എപ്പോഴും നിങ്ങളിങ്ങനെ പാമ്പർ ചെയ്യുകയാണ്, അല്ലേ? അവർക്ക് എന്തൊരു സുഖമാണ് എന്ന് പറയുമ്പോൾ യാജ്ഞവൽക്യ മഹർഷിയെ അങ്ങനെ ആരും ചീത്ത പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ പറയുന്നുണ്ട്, സന്യാസിക്കും ഈ ഏഷണയൊക്കെ ഉണ്ട്. പുത്രനോടുള്ള ഏഷണ കാണില്ല. കാരണം അവർ പുത്രോത്പാദനം നടത്താത്തത് കൊണ്ട്, അല്ലെ പുത്രി ഉൽപാദനം നടത്താത്തത് കൊണ്ട്
പുത്രനോടുള്ള ഏഷണ കാണില്ല. അപ്പം എന്തായിരിക്കും അവർക്കുള്ളത്? ശിഷ്യ ഏഷണ, ശിഷ്യന്മാരോടുള്ള ഏഷണം. അത് വളരെ പ്രയാസമാണ്. അത് പോവുക എന്നുള്ളത് സന്യാസിയെ സംബന്ധിച്ച് വലിയ സമുദ്രം നീന്തി കിടക്കുന്നതിന് തുല്യമാണ്. യാജ്ഞവൽക്യ മഹർഷി അദ്ദേഹത്തിനെയും കൂടെ ചേർത്തുകൊണ്ട് ഇവിടെ പറയുകയാണ്, പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്ന് പറയുമ്പോൾ ഒരു സന്യാസിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുരുനാഥനെ സംബന്ധിച്ച് അവർക്കാരാണ് പുത്രൻ അല്ലെ അവർക്കാരാണ് പുത്രി എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരാണ് അല്ലേ. എത്രയാണ് യാജ്ഞവൽക്യ മഹർഷിക്ക് 100 കണക്കിന് ശിഷ്യന്മാരുണ്ട്. അപ്പോൾ എല്ലാവരും ശിഷ്യരെ കാണുന്നത് എങ്ങനെയാണ്? പുത്രനായിട്ട് അല്ലെ പുത്രിയായിട്ടാണ് കാണുന്നത്. കാരണം എന്താ? മാതാ നാസ്തി പിതാ നാസ്തി, പിന്നെ ആരാണ്? ഗുരുമേവ ശരണം. ഇങ്ങനെയാണ് നമ്മൾ ഗുരുകുലത്തിൽ ചേരുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന മന്ത്രം അല്ലേ. കാരണം ഗുരുനാഥനാണ് നമുക്ക് ഇന്നു മുതൽ മാതാവും പിതാവും എന്ന് അങ്ങനെ വേണം. മാതാവായിട്ടും കാണണം, പിതാവായിട്ടും കാണണം. മാതാവിനോട് പറയേണ്ടത് ആവശ്യങ്ങളും ദുഃഖങ്ങളും എല്ലാം ഗുരുവിനോട് തന്നെ പറയുക. പിതാവിനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഗുരുവിനോട് തന്നെ പറയുക. അങ്ങനെയാണ് ഗുരുനാഥനായി നമ്മൾ ഒരാളെ ഏറ്റെടുക്കുക. അല്ലെങ്കിൽ ഗുരു തന്നെ ശിഷ്യനെ ഏറ്റെടുക്കുമ്പോൾ ഭാവമായിരിക്കണം ശിഷ്യനും വേണ്ടത്, ഗുരുവിനും വേണ്ടത്. അപ്പം പുത്രയേഷണ മാറി എന്താകും? ശിഷ്യ ഏഷണയായി മാറും. അപ്പം ഗുരുനാഥനെ സംബന്ധിച്ച് അവർ അനുഭൂതി സമ്പന്നരാണ്, അല്ലെങ്കിൽ ശ്രോത്രിയരാണ്, ബ്രഹ്മനിഷ്ഠരാണ്. അങ്ങനെയുള്ള ഗുരുവിനെ കിട്ടിയാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ശിഷ്യനാണ് പ്രശ്നം വരിക, ഗുരു ഏഷണ വരും. ശ്രദ്ധിക്കണേ, ഇത് ഇവിടെ ഇല്ലാത്തതാണ്, പക്ഷെ സാന്ദർഭികമായി പറയുകയാണ്. ഗുരുവിന് എന്ത് ഏഷണ വരും? ശിഷ്യ ഏഷണ വരും. ശിഷ്യൻ എന്ത് ഏഷണ വരും? ഗുരു ഏഷണ വരും. എൻ്റെ ഗുരു, എൻ്റെ ഗുരു, എൻ്റെ ഗുരുനാഥൻ അല്ലെ, എന്നോട് മാത്രമായിരിക്കണം സ്നേഹം, അല്ലെങ്കിൽ എന്നെ ആയിരിക്കണം കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ട, ഇത്യാദി ഇത്യാദി ഏഷണകൾ പ്രത്യേകിച്ച് കൂടുതലായി വരുന്നത് ശിഷ്യരാണ്. അപ്പം എന്ത് ചെയ്യും? ഗുരുനാഥൻ നമുക്ക് വേണ്ട അപ്പം വേണ്ട അടികൾ തന്നുകൊണ്ടേയിരിക്കും. പിന്നെ വിത്തത്തിനോടുള്ളത് അടുത്തത്, അതും വരാം. കാരണം നമ്മൾ ഏതെങ്കിലും രീതിയിൽ ധനം സമ്പാദിക്കേണ്ടതായി വന്നാൽ അത് ദക്ഷിണാരൂപത, ഇപ്പോൾ ആശ്രമം നടത്തിക്കൊണ്ട് പോകണ്ടേ. നമ്മൾ പഠിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ബ്രഹ്മവിദ്യാപീഠത്തിൽ നിങ്ങൾ ഒരു 10-12 പേരുണ്ട്. സ്ഥിരം അവിടുന്ന് ഭിക്ഷ എടുത്ത് അവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ച് അവിടുന്ന് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അല്ലേ അങ്ങനെ പോകുന്നു. 10-12 പേരേ ഉള്ളൂ ഇപ്പോഴും. അത് തന്നെ വലിയ കാര്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ അത്രയും ആളുകൾ താമസിക്കുക, പഠിക്കുക, രാവിലെ മുതലുള്ള ഗുരുകുല സമ്പ്രദായത്തിൽ പോവുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഏറ്റക്കുറിച്ചിലുണ്ടാകും. കുറച്ച് കാലം കുറച്ച് പേര് വരും, പിന്നെ അവർ വിട്ടുപോകും, പിന്നെയും വരും, അങ്ങനെ 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 മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 12 പേർക്ക് 2 നേരം ഭക്ഷണം കൊടുക്കണ്ടേ അല്ലേ? എന്തൊക്കെ വേണം? ഡാല് വേണം, റൊട്ടി വേണം, സബ്ജി വേണം, എല്ലാം വേണം. പിന്നെ അവരുടെ വസ്ത്രം, അവരുടെ പുസ്തകം അല്ലേ, അവരുടെ റൂം, അവർക്ക് റൂമിൽ വേണ്ട ബിച്ചിലി, കറണ്ട്, പിന്നെ എല്ലാ സാധനങ്ങളും വേണ്ടേ. അപ്പോൾ എന്ത് വേണം? ഗുരുനാഥന് നമ്മളെ ഏറ്റെടുക്കണമെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് കുറച്ചെങ്കിലും പൈസ ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മളെ ഏറ്റെടുത്ത് എങ്ങനെ നിലനിർത്തും? അത് സാധ്യമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഗുരുനാഥൻ അതിനു വേണ്ടി അദ്ദേഹത്തിന് അറിയാവുന്ന ജോലി ചെയ്യണം. എന്താണ്? ആചാര്യവാൻ പുരുഷോ വേദഃ, ആചാര്യനായി മാറുക, ബ്രഹ്മവിദ്യയെ അധ്യയനം ചെയ്യിക്കുക, അധ്യാപനം ചെയ്യിക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എന്ത് ദക്ഷിണയാണോ അതിലൂടെ ആശ്രമം നിലനിർത്തിക്കൊണ്ടു പോവുക, അല്ലെങ്കിൽ അതിൻ്റെ വ്യവഹാര ആവശ്യങ്ങൾ തുടർന്നു കൊണ്ടുപോകുക. അപ്പോൾ എന്ത് ചെയ്യണം? വിത്തം സമ്പാദിക്കണം. അപ്പോൾ ഗൃഹസ്ഥർ മാത്രമല്ല വിത്തം സമ്പാദിക്കുക, സന്യാസിയും വിത്തം സമ്പാദിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും? അതിനോടുള്ള ഏഷണം, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ വേണം അല്ലേ എന്നുള്ള ആഗ്രഹം. ചെറിയ ആശ്രമമാണ് അല്ലേ, കുറേ കാലം കഴിയുമ്പോൾ ഇത് റിനോവേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ എന്താണ്? അതിന് വീണ്ടും പൈസ വേണം
അല്ലേ? അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ മെയിൻ്റനൻസ്, റിനോവേഷൻ വിട്ടിട്ടോളൂ, മെയിൻ്റനൻസിന് തന്നെ വേണം. അപ്പോൾ എന്താണ്, കാലം കൂടുന്തോറും മൂല്യവും മാറി മാറി വരും. അപ്പോൾ അതിനുള്ള വിത്തവും സമ്പാദിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഇത് രണ്ടും, ഏത് പുത്രയേഷണയും വിത്തയേഷണയും ഗൃഹസ്ഥർക്ക് മാത്രമല്ല പറയുന്നത്, സന്യാസിക്കും സന്യാസ പരമ്പരയിലുള്ള ശിഷ്യന്മാർക്കും കൂടെയാണ് പറയുന്നത്, അല്ലേ? അവരും വ്യവഹാരത്തിൽ ഈ ഏഷണകളോടുകൂടെയാണ് ജീവിക്കേണ്ടി വരിക. ആ ഏഷണ ഇല്ലാണ്ടാക്കാനായിട്ടുള്ള പരിശ്രമം നടത്തവേണമെന്ന് യാജ്ഞവൽക്യ മഹർഷി എല്ലാ ആശ്രമങ്ങളിലുള്ളവരോടും. ഇവിടെ കഹോലർ എന്നത് ആരാണ്, ഗൃഹസ്ഥാശ്രമിയാണോ സന്യാസിയാണോ ബ്രഹ്മചാരിയാണോ എന്നൊന്നും ഇവിടെ പറയുന്നില്ല. നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കണം, യാജ്ഞവൽക്യ മഹർഷി സംസാരിക്കുന്നത് ബ്രഹ്മചാരിയോടുമാണ്, ഗൃഹസ്ഥനോടുമാണ്, സന്യാസിയോടുമാണ്, വാനപ്രസ്ഥയോടുമാണ്, സന്യാസിയോടുമാണ്. അത് നമ്മൾ ഈ സന്ദർഭത്തിൽ മനനം ചെയ്യണം. പിന്നെ അടുത്ത ഏഷണ, ലോക ഏഷണ. ലോകത്തിൽ നിന്നും എനിക്ക് സുഖം കിട്ടണം. അത് ഗൃഹസ്ഥർക്കും ഉണ്ട്, സന്യാസിക്കും ഉണ്ട്, എല്ലാ ആശ്രമികൾക്കും ഉണ്ട്. ആരാണ്, ഏതൊരു ജീവനാണ് ലോകത്തിൽ നിന്നും ദുഃഖം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന? ഒരു ജീവനും ഇല്ല, അല്ലേ? ചെറിയൊരു പ്രാണി മുതൽ മനുഷ്യരായ നമ്മളായിക്കോട്ടെ, മൃഗപക്ഷ്യാദികളായിക്കോട്ടെ, എല്ലാ ജീവികളും ലോകത്തിൽ നിന്നും സുഖം കിട്ടണം. ഇപ്പോൾ നമ്മളൊരു നായയെ വളർത്തുകയാണ് വീട്ടിൽ, നമ്മളതിന് ഭക്ഷണം കൊടുത്ത് പാല് കൊടുത്ത്, അല്ലേ, അതിന് വേണ്ടതെല്ലാം കൊടുത്താൽ അത് നമ്മുടെ കൂടെ നിൽക്കും. ഇല്ല എങ്കിലാണെങ്കിൽ അത് പോകും, അല്ലേ? അല്ലേ? അത് വിട്ടുപോവില്ലേ നമ്മൾ ഭക്ഷണം കൊടുക്കാതിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഏതൊരു സുഖം കിട്ടുന്നിടത്തേ നിൽക്കുകയുള്ളൂ. ഒരു പക്ഷി വരുന്നു നമ്മുടെ വീട്ടിൽ, നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു, അല്ലേ? നമ്മൾ 10 ദിവസം കൊടുത്ത് പിന്നെ കൊടുക്കാണ്ടിരുന്നാൽ വരില്ല. അത് 2-3 ദിവസം വന്ന് നോക്കും ഭക്ഷണം ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ കാക്ക വരാണ്ടാവും, അല്ലേ? എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വേണ്ടവർ എഴുതി വെക്കുക, ഈ ഏഷണാത്രയങ്ങൾ യാജ്ഞവൽക്യ മഹർഷി കഹോലരോട് മാത്രമല്ല സംസാരിക്കുന്നത്, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥി, സന്യാസി, ഈ ചതുർവിധ ആശ്രമികളോടും കൂടിയാണ് യാജ്ഞവൽക്യ മഹർഷി സംസാരിക്കുന്നത്. അതിൽ നിന്നും എന്ത് ചെയ്യണം എന്ന് പറയുകയാണ്. പുത്രയേഷണായ ച പുത്ര സുഖയേഷണ, വിത്ത സുഖയേഷണ, ലോക സുഖയേഷണ. ഇതിനെ മൂന്നും കൂടെ വിളിക്കുന്ന ഒറ്റ പേരാണ്, അതിന് പരിഭാഷാ ശബ്ദം എന്ന് സംസ്കൃതത്തിൽ പറയും. ടെക്നിക്കൽ ടെർമിനോളജി ഇത് പറയുകയാണ്. എന്താണ് ഏഷണാത്രയം? ഏഷണാത്രയം യുദ്ധായ, അതിനെ യുദ്ധാനം ചെയ്യണം. യുദ്ധാനം എന്ന വാക്കിന് ഇവിടെ അർത്ഥം എഴുതിക്കോളൂ, ത്യാഗം എന്നാണ്. യുദ്ധാനം എന്ന് വെച്ചാൽ പിന്തിരിയുക എന്നാണ്. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകത്തിലൊക്കെ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് വേർഡ് ബൈ വേർഡ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. പേജ് 238 പുതിയ പുസ്തകത്തിൽ യുദ്ധായ എന്ന വാക്കിന് സ്വാമിജി വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് പിന്തിരിഞ്ഞിട്ടെന്നാണ്. പിന്തിരിയുക എന്ന് വെച്ചാൽ തിരിഞ്ഞു നടക്കുക എന്നല്ല. പുത്രൻ വരുമ്പോൾ അവരെ കാണാണ്ട് തിരിഞ്ഞു നടക്കുക, വിത്തത്തിനോട് തിരിഞ്ഞു നടക്കുക, അങ്ങനെയല്ല അർത്ഥം. ഇവിടെ യുദ്ധായ എന്ന വാക്കിന് ത്യാഗായ, ത്യാഗമെന്നാണ് യുദ്ധാനം എന്ന വാക്കിൻ്റെ അർത്ഥം. അതിനെ നമ്മൾ ത്യാഗം ചെയ്യുക വേണം, അല്ലേ? ത്യാഗം ചെയ്യുക എന്ന് വെച്ചാൽ കയ്യിൽ വരുന്നതിനെ ഉപേക്ഷിച്ച് കളയുക എന്നല്ല, അല്ലേ? എന്നോടൊപ്പം ഏത് സന്ദർഭത്തിൽ ഇപ്പം ശിഷ്യന് ഏറ്റവും ഉണ്ടാകാവുന്നതാണ്. കാരണം ഗുരു അല്ല ശിഷ്യന്മാരെ ഉപേക്ഷിക്കുക, ശിഷ്യരാണ് ഗുരുവിനെ ഉപേക്ഷിക്കുക, അല്ലേ? നമ്മൾ ആശ്രമം വിട്ടു പോവുക, ഗുരുനാഥനൊരു പ്രശ്നമില്ല, എത്രയോ പേര് വരുന്നു പോകുന്നു. പക്ഷെ നമുക്കാണ്
ആശ്രമത്തിൽ താമസിക്കുമ്പോൾ അയ്യോ ഇത്രയും വർഷം എന്നെ ആഹാരം തന്നു വസ്ത്രം തന്നു സംരക്ഷിച്ച് ഗുരുവിനെ വിട്ടുപോകുന്നത്. അപ്പോൾ ശിഷ്യർക്കാണ് ആ ഉദ്ധാനം ത്യാഗം എന്ന് പറയുന്നത് പ്രയാസകരം. ഗുരുവിന് ആരോടും അറ്റാച്ച്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ ഏത് ആശ്രമത്തിലും എടുത്തോളൂ അറ്റാച്ച്മെൻ്റ് ഇല്ല. പക്ഷെ നമുക്കാണ് പ്രയാസം. പക്ഷെ അതിന് എന്ത് വേണം? നമ്മൾ പഠിച്ച 4 കൃപ ഇവിടെ ഓർക്കാം അല്ലേ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, വിവേക ചൂടാമണിയിലുണ്ട്, മറ്റു പല സന്ദർഭങ്ങളിലും അല്ലേ? ഗുരുകൃപ, ഈശ്വരകൃപ അല്ലേ, പിന്നെ ആത്മകൃപ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സമയം കിട്ടുമ്പോൾ മനനം ചെയ്ത് നോക്കണം അല്ലേ? ഗുരുകൃപ ഏറ്റവും പ്രധാനം. 2 ഈശ്വരകൃപ. എങ്ങനെ ഗുരുനാഥൻ്റെ കൃപ ഉണ്ടാകും? ഈശ്വരൻ്റെ അനുഗ്രഹം ആദ്യം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ അല്ലേ? എങ്ങനെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും? പ്രകൃതിയുടെ കൃപ ഉണ്ടെങ്കിലേ സാധിക്കും. എങ്ങനെ പ്രകൃതിയുടെ കൃപ ഉണ്ടാകും? ആത്മകൃപ ഉണ്ടെങ്കിലേ സാധിക്കൂ അല്ലേ? അത് എന്നെ തന്നെ ഞാൻ ആദ്യം അനുഗ്രഹിക്കണം. എങ്ങനെ? സാധനയിലൂടെ, നിഷ്ഠയായ ഉപാസനകളിലൂടെ. അപ്പോൾ ഈ കൃപകൾ നമ്മളെ വന്നു ചേരും. പിന്നെ പരീക്ഷണങ്ങൾ ധാരാളം വന്നുകൊണ്ടേയിരിക്കും. അത് ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത ഈ സുഖമില്ലേ, പുത്ര സുഖയേഷണ, വിത്ത സുഖയേഷണ, ലോക സുഖയേഷണ, ഈ സുഖമില്ലേ, അസുഖം ആഗ്രഹിക്കുന്നത് കൊണ്ട്, ശ്രദ്ധിക്കണേ, സുഖം ആഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് വരും? പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് എന്നിൽ നിന്നുമുള്ള പരീക്ഷണം അലസതാരൂപത്തിൽ, മടി രൂപത്തിൽ അല്ലേ, നാളെ എന്നുള്ള രൂപത്തിൽ എന്നിൽ നിന്നുള്ള പരീക്ഷണം. പിന്നെ അടുത്തത് പ്രകൃതിയിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ, ഈശ്വരനിൽ നിന്നുള്ള പരീക്ഷണം പ്രാരാബ്ധ രൂപത്തിൽ. പിന്നെ അവസാനം ഗുരുനാഥൻ്റെ തന്നെ പരീക്ഷണം. നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും, ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് വീണ്ടും പോയി ചോദിക്കും ക്ലാസ്സിൽ കയറ്റുക. കഴിഞ്ഞ മാസം ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. അപ്പോൾ സ്വാമിജിയുടെ അടുത്ത് പോയി, ഇങ്ങനെ സ്വാമിജി എന്താ ചെയ്യണ്ടേ, അപ്പോൾ ഇന്ന് വരാൻ പറയും. സ്വാമിജി തന്നെ പറഞ്ഞിട്ടാണ് പൈസയുടെ ആവശ്യം വന്നതും, അത് വേറെ കാര്യം. എന്നാൽ ഞാൻ വിചാരിച്ചു എന്നാൽ സ്വാമിജി പൈസ തരുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാമിജി എന്താ ചെയ്യണ്ടേ? രാവിലെ പോവും, ഒന്നും മിണ്ടൂല, കുറേ നേരം റൂമിൻ്റെ അവിടെ നിൽക്കും, അകത്ത് കയറിപ്പോവും, ഒന്നും മിണ്ടൂല. പിന്നെ പിറ്റേ ദിവസം വരാൻ പറയും ചിലപ്പോൾ, പിറ്റേ ദിവസവും ചെല്ലും, തരൂല്ല പൈസ. പിറ്റേ ദിവസം വരാൻ പറയും, തരൂല്ല. അങ്ങനെ 2 ആഴ്ച നടത്തിച്ച് സ്വാമി. ഇത് പറഞ്ഞു എന്നും വന്നു എന്ന് അറ്റൻഡൻസ് നോക്കാൻ പറയും. ഞാൻ പറഞ്ഞു സ്വാമിജി എന്നും വന്നിരുന്നു. ശരി അന്ന് ഇത് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് പൈസ തന്നത്. അതാണ് പരീക്ഷണാർത്ഥം. ഇത് എന്തിനു വേണ്ടി ഗുരുനാഥൻ പരീക്ഷിക്കുന്നു? നമ്മൾ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് ഈ സുഖ ഏഷണ, അതാണ് സുഖ ഏഷണ ത്യാഗം, ആ സുഖത്തിനെ ഉപേക്ഷിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിനായിക്കൊണ്ട്, അതാണ് ത്യാഗം. നമ്മൾ കൈവല്യ ഉപനിഷത്ത് ഈ സന്ദർഭത്തിൽ ഓർക്കാം. ത്യാഗേനൈകേ അമൃതത്വമാനസുഹു. മുണ്ടകോപനിഷത്തിലുമുണ്ട്. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഃ സന്യാസയോഗ യതയ ശുദ്ധസത്വാഃ തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃത പരിമുച്യന്തി സർവേ. ആ മന്ത്രങ്ങളിൽ സന്യാസ സൂക്തത്തിൽ വരുന്നതാണ്. അവിടെയുണ്ട് ത്യാഗേനൈകേ അമൃതത്വമാനസു. അതാണ് യുദ്ധായ എന്ന വാക്കിൻ്റെ അർത്ഥം. കൈവല്യ ഉപനിഷത്ത് അഥർവണ വേദം. മന്ത്രത്തിൻ്റെ നമ്പർ ഞാൻ ഓർക്കുന്നില്ല, കണ്ടുപിടിച്ച് തരാം നാളെ. ത്യാഗേനൈകേ അമൃതത്വമാനസു. ത്യാഗം കൊണ്ടേ ഒരുവന് അമൃതം മോക്ഷം കിട്ടുകയുള്ളൂ. ആ ത്യാഗമാണ് ഇവിടെ പറയുന്നത്. ഏഷണാത്രയ യുദ്ധായ എന്ന് വെച്ചാൽ ഏഷണാത്രയ ത്യാഗം. എഴുതിക്കോളൂ. ഏഷണാത്രയ
ത്യാഗം. ഒന്നുകൂടെ പറയാം. പുത്ര സുഖയേഷണ, വിത്ത സുഖയേഷണ, ലോകസുഖയേഷണ, യുദ്ധായ എന്ന് വെച്ചാൽ ഏഷണാത്രയ ത്യാഗഃ. ത്യാഗഃ വിസർഗം വേണം, കാരണം ബഹുവചനമാണ്. 3 ഏഷണകളാണല്ലോ, ഏകവചനം, ദ്വിവചനം, ബഹുവചനമാണ്. അതുകൊണ്ട് ത്യാഗഃ, ഏഷണാത്രയ ത്യാഗഃ. ഏഷണാത്രയ ത്യാഗഃ. ഇനി ഈ 3 ഏഷണകളും ഉണ്ടല്ലോ, പുത്രനോടുള്ള അമിതമായ സുഖം തരുമെന്നുള്ള ആഗ്രഹം. ഇതിലൂടെ ഇവിടെ പറയാത്തൊരു കാര്യമുണ്ട്. സത്പുത്രന്മാരെയാണ് നമ്മൾ ലോകത്തിന് വേണ്ടി നൽകുന്നത് എങ്കിൽ ശാസ്ത്രം നമുക്കൊരു ഡിസ്കൗണ്ട് തരും, അല്ലെങ്കിൽ എന്താ പറയുക, ബോണസ് എന്നോ എന്ത് വേണേലും പറയാം. ശാസ്ത്രം നൽകുന്ന എക്സ്ട്രാ റിസൾട്ടോ അല്ലെങ്കിൽ ഫലമോ അങ്ങനെയൊക്കെ പറയാം. അതാണ് സത്പുത്രനെ നമ്മളിപ്പം പുത്രൻ വേണമെന്ന് ആഗ്രഹിച്ച് നമ്മളത് സത്കർമ്മത്തിലൂടെ സദ്വൃത്തിയിലൂടെ പുത്രന് ജന്മം നൽകുകയാണ്, അല്ലെ പുത്രിക്ക് ജന്മം നൽകുകയാണ്. ആ പുത്രനെയോ പുത്രിയോ ലോകത്തിന് മാതൃകയാക്കിക്കൊണ്ട്, അല്ലെ, അവർ ലോകത്തിന് നന്മയാണ്, രാഷ്ട്രത്തിന് നന്മയാണ്, സമൂഹത്തിന് നന്മയാണ് നൽകുന്നതെങ്കിൽ ഒരു ഫലം കിട്ടും. അതായത് സത്പുത്ര ലാഭം. എഴുതിക്കോളൂ, വേണ്ടവർ ഈ സന്ദർഭത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. യാജ്ഞവൽക്യ മഹർഷി പറയുന്നൊന്നുമില്ല. ഇത് ആദിശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യത്തിൽ പറയുകയാണ്. നമ്മൾ സത്പുത്രനാണ്, സത്പുത്രന്മാർ. സത്പുത്രൻ എന്ന് വെച്ചാൽ സത്തെന്ന് വെച്ചാൽ നല്ലതെന്നാണ് അർത്ഥം. ഇവിടെ നല്ലതെന്ന് വെച്ചാൽ ലോകഹിതാർത്ഥ പുത്രര്, ലോകത്തിന് നന്മ ചെയ്യുന്നവർ, അച്ഛനെയും അമ്മയ്ക്ക് നന്മ ചെയ്യുന്നവർ, കുടുംബത്തിന് നന്മ, സമൂഹത്തിന് നന്മ, രാഷ്ട്രത്തിന് നന്മ, ലോകത്തിന് നന്മ ചെയ്യുന്നവരെയാണ് ഈ പുത്രേഷണയിലൂടെ ഒരു അച്ഛനും അമ്മയും മാതാപിതാക്കൾ പുത്രേഷണയിലൂടെ സത്പുത്രനാണ് ജന്മം നൽകുന്നതെങ്കിൽ അവർക്ക് അടുത്ത ജന്മം, പുനർജന്മം എന്നത് തീർച്ചയായിട്ടും ഭൂലോക മനുഷ്യ ശരീരപ്രാപ്തി കിട്ടും. ഭൂലോക മനുഷ്യ ശരീരപ്രാപ്തി കിട്ടും. പുത്രേഷണ എന്ന് പറഞ്ഞ മോശമല്ല. ഇപ്പോൾ ശിഷ്യന്മാരാണെങ്കിൽ പോലും, നമ്മളിപ്പോൾ സന്യാസിമാരുടെ കഥയും കൂടെ പറഞ്ഞല്ലോ. അപ്പം ശിഷ്യന്മാരാണെന്ന് വെച്ചോ, നല്ല ശിഷ്യന്മാരെയാണ് ഗുരുനാഥൻ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നത്. സമൂഹത്തിന് അവർ തിന്മകളൊന്നും ചെയ്യുന്നില്ല, അവർ അക്രമകാരികളാകുന്നില്ല, അവർ അങ്ങനെ ശാസ്ത്രം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ സന്യാസിക്ക് ഇപ്പം ജീവൻ മുക്തരായി മരിക്കണമെന്നില്ലല്ലോ, ശരീരം ഉപേക്ഷിക്കണമെന്നില്ലല്ലോ. അവർക്ക് എന്താണ്, ഇനിയുള്ള ജന്മം ഭൂലോകത്ത് മനുഷ്യ ശരീരം കിട്ടും. അതാണ് പുത്രേഷണ എന്ന് പറഞ്ഞ് അത് മോശമെന്ന് ശാസ്ത്രം ഒരിക്കലും പറയുന്നില്ല. പുത്രന്മാർ പോലെ പുത്രിമാർ വേണം എന്നുള്ള ആഗ്രഹം നല്ലത് തന്നെ. പക്ഷെ അതിനെ എങ്ങനെ ചാനലൈസ് ചെയ്യണം, അതിനെ എങ്ങനെ നമ്മൾ വളർത്തിയെടുക്കണം, ആ ആഗ്രഹത്തെ പുത്രേഷണെ സദ്വൃത്തിയിലൂടെ. അപ്പോൾ എന്തുണ്ടാകും, സത്പുത്രന്മാരുണ്ടാകും. അപ്പോൾ എന്താണ് അവർക്ക് ഫലം? ശാസ്ത്രം ഇനി വരുന്ന പുനർജന്മം അവർ തീർച്ചയായിട്ടും ഭൂലോക മനുഷ്യ ശരീരപ്രാപ്തി, ഒരു അടുത്ത ജന്മം ഭൂലോകത്ത് തന്നെ മനുഷ്യ, അതായത് തിര്യക്കുകളായിട്ടുള്ള പാപയോനി അവർക്ക് കിട്ടില്ല, അല്ലേ? എത്ര പാപം ചെയ്തവരാണെങ്കിലും നമ്മൾ പുരാണങ്ങളിൽ എത്ര കഥ കേൾക്കുന്നു, അല്ലേ? പുത്രന്മാരെ കൊണ്ട് ബ്രഹ്മഹത്യാ പാപം പോലും മായ്ച്ചു കളഞ്ഞ പിതാക്കന്മാരുണ്ട്. അപ്പം സത്പുത്രൻ കൊണ്ട് അവർക്ക് അതാണ് ഫലം. ഇനി അടുത്തത് അതുകൂടെ എഴുതിയിട്ട് നമുക്ക് നിർത്താം ഇന്നത്തേക്കിന്. രണ്ടാമത്തത്, നമ്മൾ വിത്തം കൊണ്ട്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സമ്പാദിച്ചു, അത് സത്കർമ്മത്തിലൂടെയാണ്, സത്യത്തിലൂടെയാണ്, അല്ലേ? ഞാൻ ആരെയും കബളിപ്പിക്കാതെ, ആരെയും അപഹരിക്കാതെ, ആരെയും പറ്റിക്കാതെയാണ് ഞാൻ പൈസ സമ്പാദിച്ചതെങ്കിൽ
അല്ല പൈസ എന്നല്ല, ധനം, ധാന്യം എല്ലാം ഒരു എന്തൊക്കെയാണോ എൻ്റെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ അതൊക്കെ ഞാൻ ധർമ്മത്തിലൂടെയാണ് സമ്പാദിച്ചതെങ്കിൽ അതെനിക്ക് അടുത്ത ജന്മം എന്താണ്, ആ സത്കർമ്മങ്ങളിലൂടെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ, ഞാനൊരു 10 ലക്ഷം രൂപ ഉണ്ടാക്കി, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് ഞാൻ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോവില്ല അല്ലേ, അപ്പം ഞാനത് എന്ത് ചെയ്യും, ധാർമ്മികമായ കാര്യങ്ങൾക്ക് ചെയ്യുകയാണ്, ഒരുപാട് യജ്ഞയാഗാദികൾ ചെയ്യുകയാണ്, ദാനം ചെയ്യുകയാണ്, സത്പ്രവർത്തികൾക്ക് വേണ്ടി ഞാനത് മാറ്റിവെക്കുകയാണെങ്കിൽ, ധർമ്മത്തിലൂടെ സമ്പാദിച്ച ധനം സത്പ്രവർത്തികൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ ഞാൻ ഈ ലോകത്ത് നിന്ന് പോയി അടുത്ത പുനർജന്മം എനിക്ക് സ്വർഗലോകപ്രാപ്തി കിട്ടും. അപ്പോൾ വിത്തയേഷണയും മോശമല്ല. എന്തായിരിക്കണം, എങ്ങനെയത് മോശമല്ലാതാകുന്നത്, നല്ലതാകുന്നത്, ഞാൻ സത്പ്രവർത്തിയിലൂടെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താണ്, ശാസ്ത്രം ഗ്യാരണ്ടി തരികയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, അടുത്ത ജന്മം നിങ്ങൾക്ക് സ്വർഗത്തിലൊരു സീറ്റ് ഉറപ്പ്. ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ട്, എത്രയോ ലക്ഷങ്ങളൊക്കെ അല്ലേ ഒരു ദാനം ചെയ്യുന്നത്. പക്ഷെ അത് ധർമ്മത്തിലൂടെ ആയിരിക്കണം. നമ്മൾ അല്ലാണ്ട് ഒരുപാട് കാണുന്നുണ്ട് ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ, എത്രയാ അല്ലേ, സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. പക്ഷെ നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാൽ മനസ്സിലാകും ഇതൊന്നും സത്പ്രവർത്തികളിലൂടെ നേടിയതല്ല എന്ന്. അപ്പം ഇവിടെ ശാസ്ത്രം ഒരു കാര്യം പറയുന്നു, സത്പ്രവർത്തിയിലൂടെ നേടിയെടുത്ത വിത്തമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താണ്, പുനർജന്മം സ്വർഗലോകപ്രാപ്തി. അടുത്തത് നാളെ പഠിക്കാം നമുക്ക് ബാക്കി. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.